بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മഗ്‌രിബ് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. 46-ാമത്തെ വീഡിയോ ആണ്. മഗ്‌രിബ് നമസ്കാരം എങ്ങനെ നിർവഹിക്കണം? കഴിഞ്ഞ വീഡിയോയിൽ സുബഹി നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. മഗ്‌രിബ് നമസ്കാരം ആദ്യമായിട്ട് നിയ്യത്ത് ചെയ്യുക. 3 റക്അത്താണ് ഉള്ളത്. മഗ്‌രിബ് എന്ന ഫർദ് നമസ്കാരം 3 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. അല്ലാഹു അക്ബർ. മഗ്‌രിബ് എന്ന ഫർദ് നമസ്കാരം അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇനി വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മുതൽ വലല്ലാലീൻ ആമീൻ വരെ. അത് കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഓതുക. സൂറത്ത്, ചെറിയ സൂറത്ത്, നമ്മൾ 2-3 സൂറത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിലൊരു സൂറത്ത് ഓതുക. ഇതിലും വലിയ സൂറത്തുകളൊക്കെ ആവശ്യാനുസരണം പിന്നീട് നമുക്ക് ഓതാം. പക്ഷെ ഇപ്പോൾ ഇത് മാത്രമാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിൽ പോകുന്നു. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയാം. സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനാവുന്നു. അൽ അലീം, മഹാനായ. വബിഹംദിഹി, അവനെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം. ഇതാണ് ഇതിൻ്റെ മീനിങ്. 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞ് റുക്കൂയിൽ നിന്ന് ഉയരുക. ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കയ്യിങ്ങനെ ഉയർത്തുക, ചുമന്ന. ശേഷം ആ കൈ നേരെ താഴെ ആട്ടാതെ ശരിക്കും വെച്ച് കൈ താഴ്ത്തിയിട്ട് റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർദി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു എന്ന് പറയും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അവനെ സ്തുതിച്ചവരുടെ സ്തുതി കേട്ടിരിക്കുന്നു എന്നർത്ഥം. സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തുതിച്ച സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന്. ഇത് കഴിഞ്ഞാൽ റുക്കൂയിലേക്ക് പോവുക. സുജൂദിലേക്ക് പോവുക. സുജൂദ്, ആദ്യത്തെ സുജൂദ് ചെയ്യുക. സുജൂദിൽ വെക്കേണ്ട അവയവങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 കാലിൻ്റെ വിരലുകളുടെ പള്ള, കാൽമുട്ടുകൾ, 2 കൈയിൻ്റെ
വിരലുകളുടെ പള്ള ഭാഗം, നെറ്റിത്തടം, മൂക്ക് കൂടെ ഭൂമിയിൽ സ്പർശിക്കുക. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയണം 3 പ്രാവശ്യം. ഉന്നതനായ എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. റുക്കൂയിൽ മഹാനായ എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനാകുന്നു. അവിടെ അദീം എന്നാ പറഞ്ഞത്, ഇവിടെ അഅ്ല എന്നാണ്. ശേഷം ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുക. ഇരിക്കുന്നത് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. ആ ഇരുത്തത്തിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് പറയണം. റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇഗ്ഫിർലി എനിക്ക് പുറത്തു തരയണം, വർഹംനി എനിക്ക് കരുണ ചെയ്യണമേ, വജ്ബുർനി എൻ്റെ വീഴ്ചകൾ പരിഹരിക്കണമേ, വർസുഖ്നി എനിക്ക് നീ ഭക്ഷണം തരയണമേ, വഹദിനി എന്നെ നീ സന്മാർഗത്തിലാക്കണമേ, വആഫിനി എനിക്ക് നീ സൗഖ്യം നൽകണമേ. ഇതാണ് അതിൻ്റെ മീനിങ്. ഇത് കഴിഞ്ഞാൽ ഒരു സുജൂദും കൂടെ ചെയ്യുക. ആ സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ സുജൂദ് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ പറയണോട്ടെ. എല്ലാ ഈ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിലേക്ക് പോകുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയണം. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ മാത്രം സമിഅല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ എന്നല്ല പറയേണ്ടത്, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നാണ്. അപ്പോ ഇപ്പൊ ഒരു റക്അത്ത് പൂർത്തിയായി. ഇനി ആ സുജൂദിൽ നിന്ന് അങ്ങനെ തന്നെ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് നൃത്തത്തിലേക്ക് വരാം. നൃത്തത്തിലേക്ക് വന്ന് 2ാം റക്അത്ത് തുടങ്ങായി. അപ്പോൾ ഫാത്തിഹ ഓതണം. അത് കഴിഞ്ഞ് ഒരു സൂറത്തും കൂടി ഓതണം. നേരത്തെ ഓതിയ സൂറത്ത് അല്ലാത്ത ഒരു സൂറത്തും കൂടി ഓതണം. അപ്പോൾ 2ാമത്തെ റക്അത്തിലും ആദ്യത്തെ റക്അത്തിലും ഓരോ സൂറത്തുകൾ ഓതണം. വ്യത്യസ്ത സൂറത്തുകൾ, ഒരേ സൂറത്ത് ഓതരുത്. അപ്പൊ ഇവിടെ നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി റുക്കൂ ചെയ്യുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകുന്നു. റുക്കൂയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള തസ്ബീഹ് 3 ചൊല്ലി റുക്കൂയിൽ നിന്ന് ഉയരുന്നു. ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് കൈ ഉയർത്തി മുട്ടുമെന്ന് നേരെ പിടിച്ച് കൈ ഉയർത്തുക. ശേഷം കൈ താഴെ ഇടുക. താഴെയിട്ട് അങ്ങനെ ശരിക്ക് നിന്ന് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശഇത മിൻ ശൈഇൻ ബഅദു എന്ന് ചൊല്ലുക. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദു നിനക്കാണ് എല്ലാ സ്തുതിയും, മിൽ അസ്സമാവാതി ആകാശം നിറയെ, വമിൽ അൽ-അർളി ഭൂമി നിറയെയും, വമിൽ മാ ശഇത നീ ഉദ്ദേശിച്ചതെല്ലാം നിറയെ, മിൻ ശൈഇൻ എന്തൊരു കാര്യമാണോ ബഅദു പിന്നീട് ഉള്ളത് എല്ലാം നിറയെ ഉള്ള സ്തുതി നിനക്കാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തന്നെ. ഇത് കഴിഞ്ഞാൽ സുജൂദ് ചെയ്യും. സുജൂദിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ പോയി 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയും. ശേഷം സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ ഇരിക്കുക.
ഇഫ്തിറാഷിന്റെ ഇരുത്തായിരിക്കേണ്ടത്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ചൊല്ലേണ്ടത് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലുക. ഇതെല്ലാം നേരത്തെ പറഞ്ഞതാണ്. മുമ്പുള്ള വീഡിയോയിലും ഈ കഴിഞ്ഞ ഒരു റക്അത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് വീണ്ടും ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞ് എഴുന്നേറ്റ് ഇപ്പം 2 റക്അത്ത് പൂർത്തിയായി. 2 റക്അത്ത് പൂർത്തിയായാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത്തഹിയ്യാത്ത് ഓതണം. 2 റക്അത്ത് പൂർത്തിയായാൽ അവിടെ ഇരുന്നു കൊണ്ട് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നു കൊണ്ട് ആദ്യത്തെ അത്തഹിയ്യാത്ത് എന്നാണ് അതിന് പറയാം. ആ തഹിയ്യാത്ത് ഓതി അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അങ്ങനെ പറയാം. പറയുമ്പോൾ വിരലിങ്ങനെ ഉയർത്തും. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇനി ഉടനെ സ്വലാത്തും ചൊല്ലണം, നബിയുടെ മേലുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. ഇത്രയേ വേണ്ടൂ. 2ാമത്തെ റക്അത്തിൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇത്രയേ വേണ്ടൂ. ദുആയോ മറ്റുള്ള ഇബ്രാഹിം സ്വലാത്തൊന്നും വേണ്ട. ഇനി ചെയ്യേണ്ടത് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. 3ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്പൊ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. ഇനി ഫാത്തിഹ, സൂറത്ത് എന്നിവ ഓതിക്കഴിഞ്ഞു. ഇനി റുക്കുഅ ചെയ്യുക. ആ റുക്കുഅയിലും മുമ്പ് പറഞ്ഞതുപോലെ സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയുക. റുക്കുഅയിൽ നിന്ന് ഉയരുമ്പോൾ സുബ്ഹാനല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ ചുമന്ന് നേരെ ഉയർത്തി കൈ താഴെ ഇടുക, നിവർന്നു നിൽക്കുക. ഈ നൃത്തത്തിൽ റബ്ബനാ വലക്കൽ ഹംദു മിൻ അസ്സമാവാതി വമിൽ അർളി വമിൽ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു എന്ന് പറഞ്ഞ് ഇതിന് ഇഅ്തിദാൽ എന്ന് പറയാം. ഈ നിവർന്നു നിൽക്കുന്നതിന് ഇഅ്തിദാൽ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിട്ട് സുജൂദ് ചെയ്യുക. സുജൂദിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള അവയവങ്ങളെ വെച്ചുകൊണ്ട് സുജൂദിൽ കിടന്ന് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയും. അത് കഴിഞ്ഞ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ഇരിക്കുക അവിടെ. അത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് പറയും. അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് ഒരു സുജൂദും കൂടി ചെയ്യണം. ആ സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയുക. അത് കഴിഞ്ഞ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവിടെ ഇരിക്കുക. ഇരിക്കുന്നത് ഈ തവറുക്കിന്റെ ഇരുത്തമാവണം. ആ ഇരുത്തത്തിൽ അത്തഹിയ്യാത്ത്, ഇത് അവസാനത്തെ അത്തഹിയ്യാത്താണ്. അവസാനത്തെ എന്ന് പറഞ്ഞാൽ നമസ്കാരം അവസാനിക്കാവുന്നതിൻ്റെ ജസ്റ്റ് മുമ്പായിട്ട് ചെയ്യുന്ന അത്തഹിയ്യാത്ത്. ഈ അത്തഹിയ്യാത്ത് ഓതി അവിടെ തശഹുദ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറഞ്ഞ് അപ്പോൾ വിരൽ ഉയർത്താൻ മറക്കരുത്. ഇങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത്. അത് കഴിഞ്ഞ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് കഴിഞ്ഞ് നബിയുടെ മേലുള്ള സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അത് കഴിഞ്ഞ് നബിയുടെ കുടുംബത്തിന്റെ പേരിലുള്ള സ്വലാത്ത് വഅലാ ആലി മുഹമ്മദിൻ മുതൽ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം മുതൽ ഇന്നക ഹമീദും മജീദ് വരെയുള്ള ഇബ്രാഹിമിയായ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ
ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഈ ദുആ അതുവരെ ചൊല്ലി മസീഹ് ദജ്ജാൽ വരെ ചൊല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ചൊല്ലി മുഖം തിരിക്കുക വലത്ത് ഭാഗത്തേക്ക്. മുഖം മാത്രമേ തിരിയാവൂ, നെഞ്ചു തിരിയരുത്. ശേഷം ഒരു സലാമും കൂടി ചൊല്ലി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഇടത്ത് ഭാഗത്തേക്ക് മുഖം തിരിക്കുക. ഇതോടുകൂടെ നമസ്കാരം കഴിഞ്ഞു. മഗ്‌രിബ് നമസ്കാരം വളരെ നല്ല നിലയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇതേ രീതിയിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുവാനും രക്ഷിതാക്കൾ ശ്രമിക്കണം എന്നുള്ള ഈ ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് അസ്ർ, ളുഹർ, അസ്ർ, ഇശ, ഇങ്ങനെ 3 നമസ്കാരമാണ്. ഇത് 3ഉം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.